നമ്മുടെ ഒരു പ്രധാനപ്പെട്ട താരം എന്നെ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എപ്പോഴും ഇങ്ങനെ പ്രായമുള്ള കഥാപാത്രം ചെയ്യരുത് കേട്ടോ, ശ്രദ്ധിക്കണം, ആ ഇമേജിൽ കുടുങ്ങി പോകുന്നൊക്കെ പറയും. നമ്മൾ ഇത്രയും കാലം കണ്ടുവരുന്ന ഫാസ്റ്റിൽ വിളിക്കുകയാണ്, അയ്യോ ഭയങ്കര സംഭവമാണല്ലോ. അങ്ങനെ പോയിട്ട് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും എൻ്റെ കഥാപാത്രം ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുമെന്ന്. നമ്മുടെ സിനിമയാണെന്ന് അറിഞ്ഞ് മറന്നു കണ്ട സിനിമ 2018. ഞാൻ മറന്നുപോയി ഞാൻ എൻ്റെ സിനിമ എന്നുള്ള കാര്യം, അതിലേക്ക് പോയി. അതാ ഞാൻ പറയാൻ കാര്യം. അപ്പം ഞാൻ മുമ്പിലാരാന്ന് പറഞ്ഞേ, അപ്പോൾ എല്ലാവരും മുമ്പിലേക്ക് നോക്കി. അപ്പോൾ ഞാൻ പതുക്കെ ലൈറ്റ് ഒന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയി. ആ തിരിക്കുന്ന സമയത്ത് ഈ ആനയുണ്ടല്ലോ, ഇങ്ങോട്ടൊരു ഒറ്റ നോട്ടവും ഒരു വരവുമാണ് അങ്ങോട്ടേക്ക്. പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടി, ഇപ്പോൾ എന്നെ തന്നെയാണോ വിളിക്കുന്നത്? കാരണം ഇപ്പോൾ അടുത്തൊന്നൊരു വിളിയൊന്നും കാണുന്നില്ല. പിന്നെ കാരണം എനിക്ക് അങ്ങനത്തെ ഒരു കഥാപാത്രം കിട്ടിയിട്ട് കാലം കുറയാന്ന് വെച്ചാൽ ഇങ്ങനെ ക്യാരക്ടർ കിട്ടിയിട്ടേ ഇല്ല എന്ന് പറയാം. ഒന്നാമത്തെ കാര്യം. ചുങ്കത് ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി സുധീഷാണ്. എൻ്റെ വളരെ ദീർഘകാലത്തെ സുഹൃത്തു കൂടിയാണ്. സുധീഷ്, നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകൻ, അതായത് മാതൃഭൂമിയുടെ ഒരു ന്യൂസ് ക്യാമറ, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക കൃത്യത്തിനിടയിൽ കാട്ടാനയുടെ ആക്രമണത്തെ തുടർന്ന് മരിച്ചത്. പക്ഷേ മുകേഷ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ആ മുകേഷിനൊരു വലിയ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നമുക്കിത് തുടങ്ങാമെന്ന് തോന്നുന്നു. മുകേഷ് അറിയാൻ ഞാൻ നേരിട്ട് അറിയില്ല, ആളെ അറിയാം. ശരി. പക്ഷേ എനിക്ക് തോന്നി ഈ സമയത്ത് ഇതുപോലെ സമാനമായിട്ടൊരു കാട്ടാനയുടെ ആക്രമണം ജീവിതത്തിൽ രക്ഷപ്പെട്ടു അല്ലേ? അങ്ങനെ ഒരു സംഭവം, ഒരു ഭയങ്കര ആക്രമണം തന്നെയായിരുന്നു. പിന്നെ കാട് കാണാനുള്ള ആഗ്രഹം അതോടുകൂടി തീർന്നു. ശരിയാ. കാരണം പണ്ടൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഞാൻ കോഴിക്കോടാണല്ലോ, അപ്പം വയനാട് കയറി പിന്നെ മുത്തങ്ങ കാടുകളിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ആനകളെ എപ്പോഴും കാണാൻ പറ്റും. അങ്ങനെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊരു മനസ്സിലൊരു ആഗ്രഹമായിരുന്നു കാണണം എന്നുള്ളത്. അപ്പം ഞാൻ കല്യാണം കഴിച്ച് ഫാമിലി ചെറിയ മോനൊക്കെ ആയിട്ട് ഒരു ടൂറ് ഞങ്ങൾ പിന്നെ വയനാട് വഴി മൈസൂർ, ബാംഗ്ലൂർ അങ്ങനെയൊക്കെ ടൂർ പ്ലാൻ ചെയ്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഞാൻ തന്നെ ഡ്രൈവ് ചെയ്യുന്നു, എൻ്റെ കാർ പോകുന്നു, പകൽ സമയത്താണ് ഞങ്ങൾ കാട് ക്രോസ് ചെയ്തത്. ആ കാട് ക്രോസ് ചെയ്യുന്ന സമയത്ത് അന്ന് മുത്തങ്ങയാൽ ഞങ്ങൾ ചുറ്റുവട്ടം നോക്കി ഒരു ആനയും കാണാൻ പറ്റിയില്ല. ആന പോയിട്ട് ഒരു ഉറുമ്പിനെ പോലും കാണാൻ പറ്റിയില്ല. കഷ്ടപ്പെട്ട് വണ്ടി പതുക്കെ പോയി നോക്കി രണ്ട് സൈഡിലൂടെ ഒരു രക്ഷയില്ല. സങ്കടമായി. ഞങ്ങൾ പോയി പിന്നെ ടൂറൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഇപ്പോഴെങ്കിലും കാണണം എന്നുള്ള തീരുമാനത്തിൽ അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ചു വരുമ്പോൾ മുത്തങ്ങ കാട് ക്രോസ് ചെയ്യുന്നു. അങ്ങനെ വന്നുകൊണ്ട് പതുക്കെ വരുന്നു, ഒരു ആനയില്ല. അങ്ങനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കാട് കഴിഞ്ഞ് ഇപ്പുറത്തിന് ശേഷം അവിടെ ഒരു ക്ഷേത്രമുണ്ട്. അവിടെ വലത്ത് ഭാഗത്തൊരു ക്ഷേത്രം, അവിടെ ഒന്ന് കയറി തൊഴാൻ വിചാരിച്ചു. അവിടെ ഒന്ന് കയറി തൊഴുത് ഇടത്ത് ഭാഗത്തൊരു ഫോറസ്റ്റിൻ്റെ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങി. അവിടെ അപ്പോൾ തൊഴുന്ന് കണ്ടപ്പോൾ ഫോറസ്റ്റിൻ്റെ ഒരു 1-2 ഓഫീസർമാർ നമ്മളെ മനസ്സിലായി. അപ്പോൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പം വന്നിങ്ങനെ പോയതാണ്, ഇങ്ങനെ ടൂറ് പോയതാണ്, ഇപ്പോൾ തിരിച്ചു വരികയാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു ടൂറൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും വലിയ വിഷമം എന്താ, ഞങ്ങൾ ആനകളെ കാണാൻ വേണ്ടി വന്നതായിരുന്നു. പക്ഷേ ഒന്നൊരു മൃഗത്തെ ഒന്നിനും കാണാൻ പറ്റിയില്ല. അതിൽ സങ്കടമായിപ്പോയി. ഒരാനയും കണ്ടില്ല ചോദിച്ചത്. ആനയെ കാണുമല്ലോ. ഞാൻ പറഞ്ഞു കണ്ടില്ല. ആന സാധാരണ ഫാമിലി ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് കാണാമല്ലോ ഇഷ്ടം പോലെ സൈഡിൽ കൂടെ. അപ്പോൾ ആണോ, പിന്നെന്താ. അപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയായിട്ട്, സന്ധ്യ 6 മണിയായി. അപ്പോൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഒന്നുകൂടി ഒന്ന് പോയിട്ട് വരാൻ പറഞ്ഞു. ഇതിനു വേണ്ടി മാത്രം ഒന്ന് പോയിട്ട് വന്നോളൂ, കുഴപ്പമില്ല. ജസ്റ്റ് എന്തായാലും ഈ സമയത്ത് 6-6:30 മണിക്കൊക്കെ മിക്കവാറും ഈ ഇരുട്ടായല്ലോ, അപ്പോൾ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്ര ഇരുട്ടായില്ല, ഒരു 6 മണി സമയം. അപ്പോൾ ഞങ്ങൾ അപ്പോൾ ഹാപ്പി. ഇയാൾ പറഞ്ഞില്ല, ഫോറസ്റ്റിലെ ഓഫീസറാണോ എന്ന് അറിയില്ല, ഗാർഡാണോ ആരോ, ഒരു യൂണിഫോം ഇട്ട വിഷയം. അപ്പോൾ അയാൾ പറഞ്ഞ ധൈര്യത്തിൽ നമ്മൾ പോയി വീണ്ടും കാറെടുത്ത് പോകുന്നു. അങ്ങനെ പോയി പിന്നെ ഇരുട്ടായി തുടങ്ങി കേട്ടോ. സന്ധ്യ മയങ്ങി പതുക്കെ ഇരുട്ടായി. ചെറിയൊരു പേടി തുടങ്ങി ഇരുട്ടായപ്പം. കാരണം അധികം വണ്ടികളൊന്നും വരുന്നൊന്നുമില്ല. എന്നിട്ട് ഈ സാധനം കാണുന്നില്ല. അങ്ങനെ ഒരു 2-3 വാളമൊക്കെ കഴിഞ്ഞിങ്ങനെ പോയപ്പോൾ ഞങ്ങളിങ്ങനെ ഇനിയിപ്പോൾ വേണ്ട, കുറേ പോകണം ഈ റോഡ്, പിന്നെ കാട് ക്രോസ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ തിരിച്ചു പോവാം എന്നുള്ള ലൈനിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഇരുട്ടത്തിങ്ങനെ ഒരു എന്താ പറയുക, ചെറിയൊരു നിഴലിങ്ങനെ കാണുന്നു. ആന വലത്ത് ഭാഗത്ത് ആന അങ്ങനെ നിൽക്കുന്നുണ്ടേ. ഒരു എന്താ പറയുക, നമ്മുടെ ഈ മണ്ണൊക്കെ മൂടിയിട്ട് ആനേൻ്റെ കറുപ്പ് കളറല്ല, ഒരു മണ്ണിൻ്റെ കളറായി മാറിയിട്ടുണ്ട്. ആന കണ്ടു ഹാപ്പി. അപ്പോൾ വലത്ത് ഭാഗത്തൊരാന, വീണ്ടും പെട്ടെന്ന് വേറെ അടുത്ത ആന അവിടെ കാണുന്നു. പിന്നെ നോക്കുമ്പോൾ കുറച്ച് ഞങ്ങളുടെ ലെഫ്റ്റ് സൈഡിൽ വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഒരാന കറക്റ്റ് മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്, കുറച്ചൊരു ഡിസ്റ്റൻസിൽ. അപ്പോൾ ഞാൻ മുമ്പിലൊരാനാന്ന് പറഞ്ഞേ. അപ്പോൾ എല്ലാവരും മുമ്പിലേക്ക് നോക്കി.
അപ്പോൾ ഞാൻ പതുക്കെ ലൈറ്റ് ഒന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ടുണ്ടാവും, കാരണം വണ്ടി ഒന്ന് തിരിച്ച ലെഫ്റ്റിലേക്ക്. ആ തിരിക്കുന്ന സമയത്ത് ഈ ആനയുണ്ടല്ലോ ഇങ്ങോട്ടൊരു ഒറ്റ നോട്ടും ഒരു വരവുമാണ് അങ്ങോട്ടേക്ക് ഓടി, ഒരു ഫുട്ബോൾ ഉരുണ്ട് വരുന്ന പോലെ കാറിൻ്റെ അടുത്ത് അറ്റാക്ക് ചെയ്ത് വരിക. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഞങ്ങൾ ആ ഫാമിലി മൊത്തം ഇരിക്കില്ല, ചെറിയ മോനുണ്ടല്ലോ. ഞാൻ വിചാരിച്ചു തീർന്നു വിചാരിച്ചു. ഇങ്ങനെ ആന വരുന്നു. അപ്പം ഞാനിങ്ങനെ ആന ഇങ്ങനെ വരികയാണെങ്കിൽ എൻ്റെ വണ്ടി ഇങ്ങനെ പോകാം കേട്ടോ. ഇങ്ങനെ ആന വരിക, ഇങ്ങനെ അങ്ങോട്ട് വണ്ടി എടുത്തു, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുക്കുക വണ്ടി. എടുക്കുന്ന സമയത്ത് ആന ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ആന തുമ്പിക്കൊണ്ട് മറ്റേ സാധനമല്ലേ. അപ്പം ഞാനിങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ സ്ലോ മോഷനിൽ കാണുക, ഈ ആനയുടെ അണ്ണാക്ക് വരെ ഇങ്ങനെ കാണുക സ്ലോ മോഷനിൽ, ഇങ്ങനെ മറ്റേ നമ്മുടെ ചെറിയ നാക്കില്ലേ. എന്നിട്ടൊരു പോക്ക് പോയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച ആ ഒരു ഇതോടുകൂടി ആന നമ്മുടെ കാറ് പിടിച്ച്, കാറ് AC ഇട്ടിട്ടുണ്ട്, എന്നാലും അത് ആനയ്ക്ക് എന്തും ചെയ്യാമല്ലോ, തട്ടിയിട്ടാലും പോലെ. ഇതങ്ങോട്ട് പിടിച്ച് ഞാൻ മക്കളടക്കം എല്ലാവരും പോയി വിചാരിച്ചു. അപ്പം ഞാൻ ആന ബാക്കിലുണ്ടോ നോക്കാൻ വേണ്ടി പറഞ്ഞ വണ്ടി ഓടിച്ചോണ്ടിരിക്കുക. അപ്പോൾ എല്ലാവരും ബാക്കോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആനയ്ക്ക് പെട്ടെന്ന് തിരിയാൻ പറ്റില്ല. ഇങ്ങനെ വരുന്ന ആന ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് പോയി, ആന ഇങ്ങനെ തിരിഞ്ഞിങ്ങനെ വരണ്ടേ, അത് ഇത്തിരി ആനയ്ക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആന ഇങ്ങനെ തിരിയുന്നുള്ളൂ. എന്നാലും കാറ്റ് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അപ്പുറത്ത് കുറച്ച് വേറെ വണ്ടികളൊന്നും കാണാനില്ല. അത് വിഷമം. ഒരു വണ്ടി പറയാനും വിളിക്കാനും ആരുമില്ല, രാത്രിയായല്ലോ. കുറച്ചങ്ങോട്ട് പോയപ്പോൾ 1-2 വണ്ടികൾ, ഒരു വണ്ടി കണ്ടപ്പോൾ ഞാനിങ്ങനെ ഇവരോട് പറയുന്നുണ്ട് ആനയുണ്ട് ഇവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പറയാം ശ്രദ്ധിക്കണമെന്ന്. അത് ബാക്കി മറ്റുള്ള വണ്ടികളോട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ തിരിക്കാനും പറ്റില്ല, കാരണം നല്ലൊരു സ്ഥലത്ത് കിട്ടിയാലേ തിരിച്ചു പോകാൻ പറ്റുള്ളൂ. എന്തായാലും തിരിച്ചു പോയാൽ പറ്റുള്ളൂ. അങ്ങനെ ഒരു സ്ഥലത്ത് ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. കാരണം ഇത് അവിടെ ഇവിടെ ഉണ്ടോയെന്ന് അറിയില്ല ഈ സാധനം. തിരിച്ച് എങ്ങനെയോ താഴെ എത്തി മറ്റേ ആ ഗാർഡനെ കാണും. സാറേ ഇങ്ങനെ ചെയ്യരുതായിരുന്നു. എന്ത് പറ്റി? ഞാൻ പറഞ്ഞത് ഒരു സാധനം ഇങ്ങോട്ട് വന്ന് അതൊരു മോഴ എന്ന് പറഞ്ഞ ആന അവിടെ ഉണ്ട്, അത് ഇടയ്ക്ക് ഇറങ്ങാറുള്ളൂ, ചിലപ്പോൾ അത് ഇറങ്ങിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞത് പറയേണ്ട ഇങ്ങനെയുള്ളൊരു സംഭവമുള്ള കാര്യം. അതായിരിക്കും ചെറിയ കൊമ്പാന്, അങ്ങനത്തെ ഒരു സാധനം ഞാൻ കണ്ടത്. അത് വലിയ കൊമ്പനല്ല, ഒരു ചെറിയ സാധനം. അപ്പോൾ ഒരു മോഴ എന്ന് പറഞ്ഞാൽ അതായിരിക്കും. ഞാനതിനും പറയാണ്ട് ജീവിതം പോയി കഷ്ടപ്പെട്ട്. പിന്നെ സത്യം പറയാന് ശേഷം കാട് കാണുക അല്ലെങ്കിൽ ആനയെ കാണുക, കാരണം നമുക്ക് മനസ്സിലായി ഇത് മൃഗശാല അല്ലല്ലോ, ഇത് അവരുടെ കാടാണ്, അവർ ജീവിക്കുന്ന സ്ഥലം. അവിടേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ദേഷ്യം പിടിക്കില്ലേ, അതാ സംഭവം. മറ്റേ മൃഗശാല കാണുന്ന പോലെ ആനയെ പോയി കാണാൻ പറ്റില്ല. അതിനുശേഷം പാസ് ചെയ്തിട്ടുണ്ട്, പകൽ സമയത്തൊക്കെ നമ്മൾ മൈസൂരൊക്കെ പോകുമ്പോൾ പാസ് ചെയ്ത് പോയിട്ടുണ്ട് എന്നല്ലാതെ ഈ ഒരു ആഗ്രഹം തീർന്നു. ഇനി മേലെ ആനയെ കാണാൻ വേണ്ടി അല്ലേ കാട് കയറുന്ന. ആന മാത്രമല്ല, ഇതിനൊരു മൃഗത്തെ ഇപ്പം മൃഗങ്ങൾ കൂടുതൽ അറിയാമല്ലോ, ഇപ്പോഴാണ് ഈ സമയത്ത് കൂടുതലാണ്. ഇപ്പം പോയി കഴിഞ്ഞാൽ പല മൃഗങ്ങളെയും കാണാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇപ്പം എൻ്റെ വൈഫ് ഇപ്പോൾ അടുത്ത് ഒരു ടൂറായിട്ട് പോയിരുന്നു, പിന്നെ ടീച്ചറിൻ്റെ ടൂറായിട്ട്. അപ്പോൾ കരടീനെ കണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ പറഞ്ഞു കരടിയൊക്കെ ഉണ്ടോ? കരടിയൊന്നും കാണാൻ പറ്റാറില്ല സാധാരണ, ഫോട്ടോ വീഡിയോ കണ്ടിരുന്നു. അപ്പോൾ ഇപ്പോൾ കൂടുതലായിട്ടും ഈ പറഞ്ഞ ഇത് ഇറങ്ങുന്നുണ്ട് മൃഗങ്ങളൊക്കെ. ഈ ചൂടൊക്കെ സമയം ഉണ്ടായിരിക്കാം, ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ടല്ലോ. രാവിലെ ഒരാൾ അതാ നമ്മൾ ഈ പറഞ്ഞ നമ്മുടെ മുകേഷിൻ്റെ ഒരു നിര്യാണം ഭയങ്കര സങ്കടം തന്നെയാണ് തീർച്ചയായിട്ടും. നമുക്ക് തമാശയിൽ തോന്നുമെങ്കിലും നേരിട്ട് വന്ന് അറ്റാക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എനിക്കത് ജീവിതം വളരെ അല്ലേ ഒരു പെട്ടെന്ന് രക്ഷപ്പെട്ടൊരു നിമിഷമാണത്. വളരെ പെട്ടെന്ന് തീർന്നു വിചാരിച്ചാൽ നമ്മളിങ്ങനെ തൊട്ടിക്കാറ് വിടങ്ങി അടുത്ത് ഈ സാധനം നിൽക്കുന്ന ആലോചിക്കുക. ആദ്യം തട്ടിയാൽ തന്നെ അത് തീർന്നു, പിന്നെ ബാക്കി ഞാൻ എന്തും ചെയ്യാം, നമ്മളവിടെ കിടക്കും. പിന്നെ അത് മാത്രമല്ല, പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് അതിന് മുമ്പ് തന്നെ അവിടെയാണോ എന്ന് അറിയില്ല, ആ ഭാഗത്ത് എവിടെ ഇതുപോലെ കാറുകൾ തട്ടി മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ. ഇതൊന്നും ഇയാൾ അന്ന് നേരത്തെ പറഞ്ഞില്ല. ഇയാൾ ഭയങ്കര കണ്ടില്ലേ, കാണണ്ടേ, വാ വരൂ, വീട്ടിലേക്ക് സൽക്കരിക്കുന്ന പോലെ, അയാൾ സ്വന്തം വീട് പോലെയാണ് പറയുന്നത്. ഇതേ എക്സൈറ്റ്മെന്റ് ഞങ്ങൾ ഇപ്പം ഒരു ട്രെയിലർ കാണുമ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ എക്സൈറ്റ്മെന്റ്, അതായത് ഒരു ആ ട്രാൻസ്ഫോർമേഷൻ ഒന്നും അറിയാൻ വയ്യ. ഒരു ഭയങ്കര അപ്പൂപ്പനാണോ ഇനി മുത്തശ്ശനാണോ, അതിൻ്റെ ഒക്കെ പഴയ തിലകഞ്ചേട്ടനെയൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ചില സിനിമയിലെങ്കിലും. ഇത് ഈ പടത്തിന്റെ പേര് സുരേഷിന്റെയും സുമലതയുടെയും ഹൃദയഹാരിയായ പ്രണയകഥ, രതീഷ് ബാലകൃഷ്ണ പൊതുവാളിന്റെ സിനിമ. അതിൽ ഞങ്ങൾ ട്രെയിലറിലേ കണ്ടുള്ളൂ കേട്ടോ. ഭയങ്കര മേക്ക് ഓവറാണ്. പക്ഷേ ആ മേക്ക് ഓവർ ഗംഭീരമായിരിക്കുന്നു. അതിനുവേണ്ടി എടുത്തൊരു സ്ട്രെയിൻ ഭയങ്കരമായിരിക്കും. ആ കഥാപാത്രത്തിലെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. ഞാൻ ആ കഥാപാത്രത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. കാരണം പറയാന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഭയങ്കര സന്തോഷമാണത്. കാരണം എനിക്ക് അങ്ങനത്തെ ഒരു കഥാപാത്രം കിട്ടിയിട്ട് കാലം കുറേയെന്ന് വെച്ചാൽ ഇങ്ങനെ ക്യാരക്ടർ കിട്ടിയിട്ടേ ഇല്ല എന്ന് പറയാം, ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ ഒരു ചേഞ്ച് ഓവർ അല്ലെങ്കിൽ മേക്ക് ഓവറുള്ള കഥാപാത്രം. കാരണം ഇപ്പം നമുക്കിപ്പോൾ ഈ അടുത്ത കാലത്ത് ഇപ്പോൾ നമുക്കറിയാം 2018 എന്ന് പറഞ്ഞ സിനിമയൊക്കെ നല്ല അത്യാവശ്യം നല്ല വിജയം ഇൻഡസ്ട്രി തന്നെ. അപ്പോൾ അതിലൊക്കെ നമ്മളൊരു ഫാമിലി മാൻ അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളും അങ്ങനെയുള്ള സെറ്റിലായിട്ടുള്ള, അപ്പോൾ അത് ഹിറ്റായപ്പം അങ്ങനെയുള്ള ആയിരുന്നു കൂടുതൽ ഇപ്പം ലഭിച്ചുകൊണ്ടിരിക്കുന്ന പലതും. അപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഏത് വേഷമായാലും
നമ്മൾ പോയിട്ട് അഭിനയിക്കും, നല്ല വേഷമാണെങ്കിൽ പോയിട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് അധികം ബലം പിടിക്കാറില്ല, കാരണം ജീവിച്ചു പോകണ്ടേ. എപ്പോഴും വിചാരിച്ച വേഷം കിട്ടണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിലാണ് ഇദ്ദേഹം വിളിക്കുമ്പോൾ എനിക്ക് സന്തോഷമാണ്. കാരണം ഇത് രതീഷ് ബാലകൃഷ്ണ പൊതുവാണ്. കാരണം ഈ കനകം കാമിനി കലഹം എന്ന് പറഞ്ഞാൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ. ഞാനത് ആദ്യമായിട്ടാണ് ഞാൻ അദ്ദേഹത്തിന് രണ്ടാമത്തെ കൊണ്ടാണ് പോയിട്ട് അഭിനയിക്കുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ചൊന്നും അറിയില്ല. പയ്യന്നൂരുകാരനാണെന്ന് അറിയാം, പിന്നെ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഗംഭീര പടാണെന്ന് അറിയാം, അവാർഡൊക്കെ കിട്ടിയത്. അതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഒരു ആക്ടിങ്ങിൽ ഒരു പുതിയ, നമ്മളിപ്പോൾ ഓരോ ഘട്ടങ്ങളിൽ പുതിയ ആൾക്കാരെ കാണും. ഇപ്പോൾ ഞാൻ തുടക്കത്തിൽ അടൂർ സാറിൻ്റെ കൂടി അഭിനയിച്ചപ്പോൾ അവിടുന്ന് കിട്ടിയൊരു എക്സ്പീരിയൻസ്, ഒരു ഡബ്ബിങ് എക്സ്പീരിയൻസ് ഭയങ്കരമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ പടം ലോഹിതദാസ് സിബി സാർ, അങ്ങനെ പിന്നെ വേനൽക്കിനാവുൾ MT സാറ്, ഇതൊക്കെ ഓരോ പുതിയ വന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ടൈപ്പുള്ള കുറേ പടങ്ങൾ വന്നിട്ട് പിന്നെ ഫാസിൽ സാർ അടുത്തേക്ക് വന്നപ്പോൾ വേറൊരു ഐറ്റം കിട്ടി. പിന്നെ കുറച്ച് കാലത്തിന് ശേഷമാണ് ഈ ഒരു പുതിയൊരു ലെസൺ കിട്ടുന്നത്. ഭയങ്കര അദ്ദേഹം ഒരു വലിയ വ്യക്തി തന്നെ എൻ്റെ അഭിപ്രായത്തിൽ. അപ്പോൾ ഈ പടത്തിൽ വിളിച്ചതിനോട് മുഴുനീള വേഷമാണ്, 10-40 ദിവസം 50 ദിവസം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പി ചെയ്തു. വെറുതെ അല്ല 40 ദിവസമാണ് ചോദിച്ചെങ്കിലും ഏകദേശം 80-100 ദിവസത്തോടെ ഷൂട്ട് ചെയ്തു. അത് പറയാം. പക്ഷേ ഞാൻ ഹാപ്പിയാണ്, കാരണം നമ്മൾ അത്രയും നല്ലൊരു വേഷമല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് മേക്ക് ഓവർ, ഭയങ്കര ലൗഡ് വെച്ചാൽ അങ്ങനെ വെറുതെ ലൗഡല്ല, ഇതൊരു ഡ്രാമ ബേസ് ചെയ്തിട്ടുള്ള ഒരു കലാകാരനാണ് ഞാൻ, ഒരു നാടകക്കാരനാണ്. അപ്പോൾ പൊതുവേ നാടകക്കാരൊക്കെ എനിക്ക് കുറേ റിലേറ്റ് ചെയ്യാൻ പറ്റും നാടകമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള. അതെ, ഞാൻ കുറേ നാടകക്കാരെ കണ്ടിട്ടുണ്ട്, പല ക്യാരക്ടേഴ്സ്. ഒരു കുട്ടി സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ ഇവർ പെട്ടെന്ന് ചൂടാവും, പെട്ടെന്ന് പിന്നെ സങ്കടം വരും. അതുപോലെ തന്നെ ജീവിതത്തിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പെർഫോം ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് എനിക്കൊരു സാധനം ചെയ്യാൻ പറ്റുകയാണല്ലോ. പിന്നെ ഈ പറഞ്ഞ ഡിഫറെൻറ്റ് മേക്ക് ഓവേഴ്സും, ഈ മേക്ക് ഓവർ മാറുമ്പോൾ തന്നെ ആളുടെ സംഭവം മാറി. അപ്പോൾ അങ്ങനെയുള്ളൊരു ലൗഡ്നെസ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ വെറുതെ നമ്മളൊരു ലൗഡായിട്ട് പറയുക എന്നുള്ളതല്ല. അപ്പോൾ അതൊരു പുതിയൊരു അനുഭവം തന്നെയാണ്. അപ്പോൾ എനിക്കൊരു വളരെ പ്രതീക്ഷയുള്ള സിനിമയാണ് ഈ ഹൃദയഹാരിയായ പ്രണയകഥ. അത് ഒരുപാട് സമയം എടുത്തില്ലേ ഇത് മേക്ക് ഓവർ ചെയ്യാനായിട്ട്? മേക്ക് ഓവർ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെയല്ല, അത് പ്ലാൻ ചെയ്യാനുള്ളൊരു സമയം മാത്രമേ ഉള്ളൂ. പിന്നെ ആദ്യത്തെ ദിവസം സെറ്റ് ചെയ്യാനുള്ള സമയം എടുക്കും, പിന്നെ അത് ഞാൻ ഈസിയായി. പിന്നെ ഷൂട്ടിങ് ഒരുപാട് സമയം എടുക്കാനുള്ള കാരണം അതിനൊരുപാട് പിന്നെ എന്താ പറയുക, രാജാപാർട്ടുമായിട്ടുള്ള കുറേ കാര്യങ്ങളും ഉണ്ട്. അതിൽ 3 കാലഘട്ടങ്ങൾ, 3 നമ്മുടെ പോസ്റ്ററിൽ പറയുന്ന കാലഘട്ടം, പക്ഷേ 3-ലധികം കാലഘട്ടങ്ങൾ അതിനകത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അതിനുള്ള ആർട്ട് വർക്കിൻ്റെയും കോസ്റ്റ്യൂം വർക്കിൻ്റെയും ഒക്കെയാണ് സമയം കാര്യങ്ങളൊക്കെ ആയിട്ട്. കരിയർ ബെസ്റ്റ് ആയിരിക്കും ആ ഒരു കഥാപാത്രം. എനിക്കെന്തായാലും ഈ സിനിമ എന്താ പറയുക, ജനങ്ങൾ ഇഷ്ടപ്പെടും എന്ന് തന്നെ വിചാരിക്കും. കാരണം ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം സിനിമകൾ അങ്ങനെ തന്നെയാണല്ലോ, ഇഷ്ടപ്പെടുന്ന രീതിയിൽ. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ എന്തെങ്കിലും ഇല്ലെങ്കിൽ തന്നെ എൻ്റെ ക്യാരക്ടർ എനിക്ക് എന്നും ഞാൻ എൻ്റെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു കഥാപാത്രമാണ്. അത്രയും ഒരു റിലേഷൻ എനിക്ക് ക്യാരക്ടറായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളും അതിനുവേണ്ടി ഒരു കാത്തിരിപ്പിലാണ്. നേരത്തെ എക്സൈറ്റ്മെൻ്റ് കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഇതേപോലെ ഒരു പക്ഷേ ഈ നമ്മൾ തുടർച്ചയെന്ന് പറയാവുന്നത് തീവണ്ടി എന്ന് പറയുന്ന സിനിമ അല്ലേ? തീവണ്ടി നമുക്ക് പറയേണ്ട ഒരു സിനിമ തന്നെയാണ്. അതെ, കാരണം ഈ അതുവരെ വന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഞാനൊരു ന്യൂജൻ ടീമിൻ്റെ ആദ്യം കിടക്കുന്ന തീവണ്ടിയിലാണ്. അതിന് മുമ്പ് നല്ലൊരു അത്യാവശ്യം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കാരണം നമ്മളൊരു ആക്ടിങ് കാര്യങ്ങളൊക്കെ കണ്ട് വന്നവരൊക്കെ തന്നെ സംവിധാനമൊക്കെ പലരും മാറി. പിന്നെ പുതിയ ആൾക്കാർ വന്നു, മൊത്തം പുതിയ ന്യൂജൻ സംവിധാനം വന്നു, ന്യൂജൻ ആക്ടേഴ്സ് വന്നു. അപ്പോൾ അതിലേക്ക് വന്നപ്പം നമ്മളെങ്ങനെയാണെന്നുള്ള ആരും ഇവർക്ക് നമ്മുടെ പഴയ അഭിനയവും കാര്യങ്ങളൊക്കെ അല്ലേ കൂടുതൽ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് പുതിയ തലമുറയിലേക്ക് എത്തിപ്പെടാനും അവർ വിളിക്കുമോ എന്നൊക്കെയുള്ള സംശയം വന്നിരുന്നു. പക്ഷെ അത് എന്താ പറയുക, നമ്മുടെ ഫെല്ലിനി സംവിധായകനും അതുപോലെ വിനി സ്ക്രിപ്റ്റ് റൈറ്റർ, അവരാ ചങ്കൂറ്റത്തോടുകൂടി എനിക്ക് പരിചയം പോലും ഇല്ല കേട്ടോ അവരെ. ആദ്യം പെട്ടെന്ന് വിളിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോൾ എന്നെ തന്നെയാണോ വിളിക്കുന്നത്? ഇപ്പോൾ അടുത്തൊന്നൊരു വിളിയൊന്നും കാണുന്നില്ല, പിന്നെ എന്നെ തന്നെയാണോ സംശയം? അത് ചോദിക്കാൻ പറ്റൂലല്ലോ. പക്ഷേ ഒരുപാട് അങ്ങനെയാണ് അതിൽ കിടന്നപ്പോൾ വലിയ സന്തോഷം. കാരണം എൻ്റെ ഒരു പുതിയ രീതിയിലുള്ളൊരു ആക്ടിങ് രീതി നമുക്ക് കാണിച്ചു കൊടുക്കാനൊരു പുതിയ അവസരം കിട്ടുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴൊരു സന്തോഷത്തോടു കൂടി പോയി ചെയ്തതാണ്. അപ്പോൾ എപ്പിയറൻസ് മാത്രമല്ല, അതിൽ എല്ലാം കൊണ്ടൊരു മാറ്റം വന്നൊരു സിനിമയാണ്. നേരത്തെ പറഞ്ഞ ഈ സിനിമയിൽ 2018 അതേപോലെ രസമുള്ള ഒരു സിനിമയാണ് വർഗീസ് എന്ന് പറയുന്ന കഥാപാത്രം. പക്ഷേ ക്ലൈമാക്സ് രംഗത്തിൽ ഉള്ള ഒരു കഥാപാത്രം വേറെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ത്രൂഔട്ട് ആ ക്ലൈമാക്സ് പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ പടത്തിൽ അഭിനയിക്കാൻ പോയപ്പോൾ പണ്ട് മണിച്ചിത്രകാരിൽ അഭിനയിക്കാൻ പോയ പോലെയാണ് അവസ്ഥ. കാരണം മലയാളത്തിൽ എല്ലാ താരങ്ങളും അതിനകത്തുണ്ട്. ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, പിന്നെ ഗണേശ് ഏട്ടൻ, ഇന്നസെൻ്റ് ഏട്ടൻ, തിലകൻ ചേട്ടൻ, നെടുമുടി പേര്, ലെജൻസ് മൊത്തം, പപ്പോട്ടൻ, അങ്ങനെയുള്ള ടീമുകൾ, നടിമാരും, ശോഭൻ ചേച്ചി, അങ്ങനെ കുറേ ലതി ചേച്ചി, ആരില്ലാത്തില്ല, ലെജൻസ് മൊത്തമുള്ള സ്ഥലത്തേക്ക് ഞാനൊരു കുട്ടിയായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത് മണിച്ചിത്രത്താഴിലേക്ക്. കാരണം ആകെ സന്തോഷമുണ്ട്, ലാലേട്ടൻ്റെ കൂടെ ആദ്യമായിട്ട് അഭിനയിക്കുകയാണ്, അതിന് ഹാപ്പിനെസ് ഉണ്ട്. പക്ഷേ നമുക്ക് എന്താണെന്ന് പറയില്ല, ഫാസ്റ്റിൽ നമ്മൾ ഇത്രയും കാലം കണ്ടുവരുന്ന ഫാസ്റ്റിൽ വിളിക്കുകയാണ്, അയ്യോ ഭയങ്കര സംഭവമാണല്ലോ.
അങ്ങനെ പോയിട്ട് ചെയ്ത സമയത്ത് ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും എൻ്റെ കഥാപാത്രം ഇത്രയധികം ശ്രദ്ധിക്കപ്പെടുമെന്ന്. അറിയില്ലായിരുന്നു ഇത്രയും ആൾക്കാരുള്ള സമയത്ത്. അപ്പോൾ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ഇന്നും ആൾക്കാർ നമ്മളെ ഓർമ്മിക്കുന്ന ഒരു കഥാപാത്രമാണത്. അതേപോലെ 2018 അവസ്ഥ പറയുകയാണെങ്കിൽ 2018 ഞാൻ കുറച്ചുകൂടെ എസ്റ്റാബ്ലിഷ്ഡായി എങ്കിൽ കൂടെ ഈ പടത്തിൻ്റെ ഒരു നന്മയ്ക്ക് മേന്മയ്ക്ക് വേണ്ടിയിട്ട് ജൂഡ് എല്ലാ സ്റ്റാഫിനെയും അതിനകത്ത് പിടിച്ചിട്ടുണ്ട് ഇല്ലേ. ഇപ്പോൾ നിലവിലുള്ള ടൊവിനോ, ചാക്കോച്ചൻ, ആസിഫ് അലി അങ്ങനെയുള്ള എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ വെച്ചാൽ ഓക്കെ കുഴപ്പമില്ലാത്ത റോളായിരിക്കും. പക്ഷെ ഇത്രയധികം ക്ലൈമാക്സിനനുബന്ധിച്ച് പടത്തിൻ്റെ ഒരു മൊത്തം എന്താ പറയുക ഹൃദയം അവിടെയാണ് ആ സംഭവം കിടക്കുന്നത്. പടം കണ്ടപ്പോഴേക്ക് മനസ്സിലായത്. ആൾക്കാർ മുഴുവൻ ആ പടത്തിൻ്റെ ഒരു സെക്കൻഡ് ഹാഫിൽ ആ ഒരു ഏരിയ വന്നപ്പോഴാണ് ആൾക്കാർ ടെൻഷനായത്. ആ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് പിന്നെ പടം മൊത്തം. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷമായി. അത് ഇത് വരുന്നതിന് മുമ്പ് അങ്ങനെ അറിയാമായിരുന്നോ ഇങ്ങനെയാണ് എന്നുള്ളത്? അല്ല, നമ്മൾ ഏത് പോർഷനിലാണ് വരികയെന്ന് എനിക്ക് വലിയ പിടിയില്ല, അറിയില്ല. ആ എപ്പിസോഡ് നമുക്ക് ഒരുമിച്ച് ഷൂട്ട് ചെയ്തത്. കാരണം രാത്രിയാണല്ലോ മൊത്തം ഷൂട്ടിങ്. വൈകുന്നേരം 7 മണിക്ക് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയാൽ പുലർച്ചെ 7 മണിക്കാണ് വെള്ളത്തിൽ നിന്ന് കര കയറുന്നത്. വെള്ളത്തിലായിരുന്നു പുറത്ത് മാത്രം കേട്ടോ, വെള്ളത്തിലായിരുന്നു അല്ല പറയാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ അതൊക്കെ രസമായിരുന്നു. രാത്രിയൊക്കെ ഷൂട്ടിങ് കാര്യങ്ങളും ത്രില്ലിംഗ് ആയിരുന്നു. നമ്മളെല്ലാം എന്താ പറയുക കെയർ ചെയ്യാൻ എല്ലാവരും ഉണ്ട് ചുറ്റുവട്ടം, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വല്ല പാമ്പോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരണം ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. കാരണം എവിടെ നിന്നൊക്കെയോ വരുന്ന വെള്ളമാണ്, വയലിൽ നിന്ന് ഭാഗത്തു നിന്നൊക്കെ ഒലിച്ച് വരുന്ന വെള്ളമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ ജന്തുക്കളെ ശ്രദ്ധിച്ചാൽ മതി. സിനിമ കണ്ടപ്പം വളരെ സന്തോഷം കണ്ടപ്പോൾ ഞാൻ സത്യം പറയുകയാണ് ഈ അടുത്ത കാലത്തൊന്നും നമ്മളെ സിനിമയാണെന്ന് അറിഞ്ഞ് മറന്നു കണ്ട സിനിമ 2018. ഞാൻ മറന്നുപോയി ഞാൻ എൻ്റെ സിനിമ എന്നുള്ള കാര്യം, അതിലേക്ക് പോയി. അതാ ഞാൻ പറയാൻ കാര്യം. എൻ്റെ മോനൊക്കെ ചെറിയ മോനൊക്കെ സീറ്റിൻ്റെ അടുത്ത സീറ്റിലേക്ക് കയറി അവസാനത്തെ സീൻ ടെൻഷൻ അടിച്ചിട്ടേ. സുധീഷിൻ്റെ ഇത് പറയാമെന്ന് പറഞ്ഞാൽ ഒരു കടലോളം കിടപ്പുണ്ട്. പക്ഷെ അതിൽ നമുക്ക് സ്പെസിഫിക് പറയാവുന്ന ചില പടങ്ങളുടെ കാര്യമേ നമുക്ക് ഇതിനകത്ത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മറ്റു പടം ഈ മൈക്കിൾ ശേഷം മൈക്കിൾ അതിലൊരു കല്യാണിയുടെ അച്ഛനായിട്ടാണ് ബാപ്പ മുനീർ എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അതിൻ്റെ ഒരു സ്ലാങ് ഒക്കെ പിടിച്ചിട്ടുണ്ട്. ഭയങ്കര രസമാണ് ആ ക്ലൈമാക്സ് പോർഷനിലൊക്കെ. പ്രിയേട്ടൻ വല്ലതും വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു? ഇല്ല, പ്രിയൻ സാറ് വിളിച്ചിട്ടില്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ പ്രിയൻ സാർ ഡബ്ബിങ് സമയത്ത് കാണാൻ വേണ്ടി വന്നിരുന്നു അവിടെ. ഞാനില്ലായിരുന്നു. കാരണം നമ്മുടെ സുരഭി ലക്ഷ്മി ഇല്ലേ, സുരഭി ലക്ഷ്മി ചെന്നൈയിൽ പിന്നെ കല്യാണിയുടെ ഡബ്ബിങ്ങിന് സഹായിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം അവിടെ പോയിരുന്നു. കാരണം കോഴിക്കോട് മലപ്പുറം സ്ലാങ് ആണല്ലോ. അപ്പോൾ ആ സമയത്ത് പ്രിയൻ സാർ അവിടെ വന്ന് കണ്ടു. ആ പ്രിയൻ സാർ വന്ന് കണ്ടപ്പോൾ എൻ്റെ സീൻ കണ്ടപ്പോൾ പ്രിയൻ സാർ ഭയങ്കര ഗംഭീരമായിട്ടെന്ന് ഇവരോടൊക്കെ പറഞ്ഞു. എന്നിട്ട് ഡയറക്ടർ അപ്പം തന്നെ വിളിച്ചു. പ്രിയൻ സാർ വന്ന് പറഞ്ഞു പോയിട്ടുണ്ട്, ഗംഭീരമായിട്ടെന്ന് പറഞ്ഞു. പ്രിയൻ സാർ പറഞ്ഞു നമ്മുടെ പഴയ ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് പറഞ്ഞിട്ട് പോയി. അപ്പോൾ അത് ഓക്കെ, അത് നിങ്ങൾ എടുത്തു പറഞ്ഞത് വളരെ സന്തോഷം. കാരണം ഈ ജനങ്ങളുടെ ഇടയിലേക്ക് അത്രത്തോളം ഹിറ്റായൊരു സിനിമയല്ല. പക്ഷേ നമ്മൾ ഈ കലാകാരന്മാർക്കും അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർക്കും ആ കഥാപാത്രം നമ്മൾ എത്രത്തോളം പഠിച്ച് ചെയ്യുന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല അതൊരു ഞാൻ എന്നെ തന്നെ വിലയിരുത്തൊന്നുമല്ല കേട്ടോ. പക്ഷേ നമ്മൾ ഒരിക്കലും അതിൽ മനഃപൂർവ്വം ഓവർഡുവായിട്ടൊന്നും ചെയ്തിട്ടില്ല. ആ ക്യാരക്ടർ അനുസരിച്ചുള്ള വെറുതെ വാപ്പ വിചാരിച്ചിട്ട് ആ ഒരു ആവശ്യമില്ലാത്ത രീതിയിലൊന്നും ആ നാച്ചുറാലിറ്റി പിടിച്ചുകൊണ്ടാണ് ഞാൻ പറയാൻ. ഈ കുട്ടി പിന്നെ ഇവള് പറയും ഇങ്ങനൊരു ഫുട്ബോൾ താരം ഉണ്ടായിരുന്നു അച്ഛൻ്റെ ബാപ്പയുടെ കാര്യം പറയും. ഇങ്ങനെ ഗോൾ അടിക്കുമ്പോൾ പറയുമ്പോൾ തിരിഞ്ഞു നിന്നൊരു അത് ഗംഭീരമായ പെർഫോമൻസ് ആണ്. ഡയറക്ടറൊക്കെ എന്നെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്തത്. കരിയറിൻ്റെ തുടക്കത്തിൽ അനുജൻ്റെ വേഷങ്ങളായിരുന്നു ധാരാളം. പിന്നെ സുഹൃത്തായി, പിന്നീട് ഇപ്പം അച്ഛനായി, ഇപ്പം അപ്പൂപ്പനായി, ഇങ്ങനെ പോവുകയാണ്. ഒരു ആർട്ടിസ്റ്റിനും കിട്ടാത്ത ചെറിയ പ്രായമാണ്. അല്ല, ചെറിയ പ്രായം ഇടയ്ക്ക് ചെയ്യുന്നുണ്ട് ചില പടങ്ങൾ. അതെ അതെ, അതുണ്ട്. വളരെ ചെറുതല്ല, 40 വയസ്സുള്ള ആ ക്യാരക്ടേഴ്സും. കാരണം ഫ്ലാഷ് ബാക്കുകൾ വരുന്ന സമയത്ത് ഇവർക്ക് സന്തോഷമാണ്. കാരണം ചെറുപ്പാക്കാൻ വലിയ പണിയില്ലായിരുന്നു. മനസ്സിലായില്ലേ? അത് പറ്റാത്ത പറയാം. അങ്ങനെ ചില ചെറിയ പരിപാടികളിലൂടെ പെട്ടെന്ന് ചെറുപ്പാക്കാൻ പറ്റും. ഒരുപാട് സീനുകളിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ഒരു വൃത്തികേട് തോന്നാത്ത രീതിയിൽ ചെറുപ്പക്കാരനാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചില സംഭവങ്ങളും ചെയ്യുന്നുണ്ട് ഇടയ്ക്ക്. പക്ഷേ വേറെ കാര്യമുണ്ട്, എന്നെ നമ്മളൊരു പ്രധാനപ്പെട്ട താരം എന്നെ സംസാരിക്കുമ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ എപ്പോഴും ഇങ്ങനെ പ്രായമുള്ള കഥാപാത്രം ചെയ്തിട്ടുണ്ടോ, അത് ശ്രദ്ധിക്കണം, ആ ഇമേജിൽ കുടുങ്ങി പോകുന്നൊക്കെ പറയും. ശ്രദ്ധിക്കുകയാണ് അല്ലല്ല അല്ല അപ്പോൾ ആരായിരുന്നു പറഞ്ഞു? അല്ല അങ്ങനെ മോശം അല്ല, അദ്ദേഹം പറഞ്ഞത് ഉപദേശമായിട്ടല്ലേ. ഉപദേശം പുള്ളി പറഞ്ഞ അങ്ങനെയല്ല, ഇമേജിൽ കുടുങ്ങി പോകേണ്ട ചെയ്യണം. അല്ല, ഇമേജ് നമുക്ക് പറഞ്ഞിട്ടുണ്ടോ അതല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ഇമേജിൽ കുടുങ്ങി പോകുന്ന രീതി പറഞ്ഞ അത്രേ ഉള്ളൂ. ഡിഫറെൻ്റ് ആയിട്ട് സംഭവം ചെയ്യും. മറ്റേ പ്രായം മാത്രമാകുമ്പോൾ ഈ പറഞ്ഞ പോലുള്ളൊരു ചെറിയ ഇത് വരുമോ. ഞാൻ പറഞ്ഞ് കിട്ടണ്ടേ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഉള്ള റോള്, നിങ്ങൾ വിചാരിക്കുന്ന റോൾ നിങ്ങൾക്ക് കിട്ടും, പക്ഷേ ഞാൻ വിചാരിക്കുന്നതുകൊണ്ട് എനിക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ
അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉള്ളത് വെച്ചിട്ട് മമ്മൂക്കയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് അനന്തരത്തിൽ ഒരുപക്ഷെ ആദ്യത്തെ സിനിമയിൽ മമ്മൂക്കയുടെ അനിയൻ, ഡയറക്റ്റ് അനിയനല്ല, മമ്മൂക്കയുടെ അനിയൻ്റെ വേഷം അശോകൻ്റെ കുഞ്ഞുകാലം. മമ്മൂക്ക എന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അച്ഛനായിരിക്കും ഏറ്റവും കൂടുതൽ സുധീഷ് നടനായി കാണാൻ ആഗ്രഹിച്ചത്. പത്രപരസ്യം വരുന്നു, ഫില്ല് ചെയ്ത് അയക്കുന്നു. അച്ഛനെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ, അച്ഛൻ്റെ കാര്യം പറയാം. അപ്പോൾ അങ്ങനെ വരുന്നു, വിളിക്കുന്നു, ആ ഓർമ്മകളൊക്കെ ഉണ്ടോ മമ്മൂക്കയെ കാണുന്നതും? പിന്നെ അതൊക്കെ ഓർമ്മയില്ലാണ്ടിരിക്കുമോ? കാരണം ആ പത്രത്തിൽ പരസ്യം കണ്ടിട്ട് അച്ഛൻ്റെ സുഹൃത്തുക്കളും അതുപോലെ അച്ഛൻ്റെ സിസ്റ്റേഴ്സുണ്ട് 7 പേര്. ഇവരൊക്കെ ഭയങ്കര പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇവരൊക്കെ പറഞ്ഞ് എന്തായാലും അയക്കി, വെറുതെ അയച്ചിട്ട് എന്താ അറിയാമല്ലോ. അങ്ങനെ അച്ഛൻ്റെ സംശയം എന്താ വെച്ചാൽ ഇങ്ങനെ കുറേ ആവശ്യമില്ലാത്ത കുറേ പരസ്യങ്ങൾ വരും. അത് വെറുതെ ചിലപ്പോൾ വേറെ എന്തെങ്കിലും ആവശ്യത്തിന്, സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി പലരും ചെയ്യും. എന്താണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ ചുമ്മാ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അയച്ചിട്ട് നമ്മളത് വിട്ടു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഒരു ലെറ്റർ പാഡിൽ, പക്ഷെ അത് ജനറൽ പിക്ചേഴ്സിൻ്റെ ലെറ്റർ പാഡായിരുന്നു. അപ്പോൾ അതിന് സീരിയസ്നെസ് അപ്പോഴാണെന്ന് മനസ്സിലായത് എന്താവുള്ളവർ പറഞ്ഞിങ്ങനെ പിന്നെ ഇത് കിട്ടി, ഫോട്ടോവും ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മുടെ കൊല്ലം ഹോട്ടൽ പ്രശാന്തി വരാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പോൾ പിന്നെ തീരുമാനിച്ചു, പോകാനുള്ള കാര്യം തീരുമാനിച്ചു. ഞാൻ ചെറുതാണല്ലോ, അപ്പോൾ അച്ഛൻ കൂടെ വരണം. അങ്ങനെ അച്ഛൻ വലിയ ഓഫീസറാണ്. അല്ല, അച്ഛൻ റിട്ടയർ ചെയ്ത ഡെപ്യൂട്ടി കളക്ടറായിട്ടാണ് റിട്ടയർ ആകുമ്പോൾ. പക്ഷെ അന്ന് എനിക്ക് എന്താ ഡെപ്യൂട്ടി തഹസിൽദാരോ ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ആ സമയത്ത്. അപ്പോൾ അങ്ങനെ പോയപ്പം ഹോട്ടൽ പ്രശാന്തിയിൽ ഞങ്ങൾ അവിടെ എത്തിയപ്പം ഒരു 10-65 പേരുണ്ടായിരുന്നു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് താഴെ. അപ്പോൾ അശോകൻ ചേട്ടൻ്റെ കുട്ടിക്കാലം 14 വയസ്സ് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്, വിളിച്ചത്. അശോകൻ ചേട്ടന് തനിക്കട്ടുള്ള ഒരു 5-6 ആൾക്കാർ കണ്ട അശോകൻ തന്നെ. ഞാൻ പറഞ്ഞ അച്ഛൻ നമ്മൾ പോകാമെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ ഇവിടെ നിന്ന് കാര്യമില്ല, എനിക്ക് ഫേസ് കട്ടൊന്നുമില്ലല്ലോ. ഏതായാലും ഇവിടെ വന്നേരടാ ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇരുന്ന് ഉച്ചയെ വിശന്ന് 1 മണി 2 മണിയായി. കാരണം ഇതെന്തുകൊണ്ടാണ് നമ്മളെ ലാസ്റ്റ് വിളിക്കുന്നത് മനസ്സിലാവുന്നില്ല. ഈ ആൽഫബറ്റിക് ഓർഡറിൻ്റെ പ്രശ്നം കൊണ്ടാണോ അതോ ഇനി മലബാറുകാരനായതുകൊണ്ടാണോ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ലാസ്റ്റാണ് വിളിക്കുന്നത്. ഏകദേശം 2-3 ആൾക്കാർ ബാക്കിയുള്ളപ്പോഴാണ് നമ്മൾ വിളിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്ത് കുറേ ആൾക്കാർ പോയപ്പോൾ ഒരു 10-15 പിള്ളേരോട് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും വരാൻ വേണ്ടി ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട്. ഈ അശോകൻ്റെ തനി ചായയുള്ള ആൾക്കാരൊക്കെ അപ്പം തന്നെ പോയിട്ടുണ്ട്. കാരണം അവരാവശ്യമില്ല, അത് അശോകൻ്റെ അനിയനൊക്കെ ആയിട്ടൊക്കെ അഭിനയിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ പോയിട്ട് നമ്മളെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ ചില കാര്യങ്ങളൊക്കെ അവിടെ പെർഫോം ചെയ്തു. നാടകത്തിൽ 1-2 സീന് പെർഫോം ചെയ്തു. അപ്പോൾ അടൂർ സാറെ മുമ്പിൽ ഇരിക്കുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് വലിയ ഐഡിയ ഇല്ല ഞാൻ പിന്നെ ആരാ എന്താണെന്നുള്ളതായിരുന്നു. നമുക്കൊന്നാമത് അടൂർ സാറിൻ്റെ പടങ്ങൾ അച്ഛനൊക്കെ അതിനെപ്പറ്റി സീരിയസ്നെസ് ആയിട്ട് അറിയുള്ളൂ. അതിന് മുമ്പുള്ള എലിപ്പത്തായി മുഖാമുഖം എന്ന് പറഞ്ഞു നമ്മൾ കമേഴ്ഷ്യൽ പടങ്ങൾ ജയൻ്റെ പടങ്ങളും കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, അടിപ്പടങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. മോഹൻലാലൊക്കെ വന്നു, ലാലേട്ടനൊക്കെ വന്ന സമയം. അതെ, മമ്മൂക്ക ലാലേട്ടനൊക്കെ വന്നു. അതെ, അപ്പോൾ നമ്മൾ ആ ഒരു ആവേശത്തിലിരിക്കുന്നു. അപ്പം മാത്രമല്ല സംവിധായകർ നമുക്ക് വലിയ മുഖപരിചയമില്ല, ആരെയും നടന്മാരെ മാത്രമേ അറിയുള്ളൂ. എന്നാലും മുടിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നി പ്രഗത്ഭനായ ഒരു വ്യക്തിയാണെന്നുള്ളത്. അപ്പം അങ്ങനെ മുമ്പിലിരിക്കുന്നുണ്ട് എല്ലാവരും, അസോസിയേറ്റ് ഡയറക്ടേഴ്സൊക്കെ ഉണ്ട്. എന്തായാലും ഞാൻ ഈ പറഞ്ഞ പോലെ പെർഫോം ചെയ്തു. പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരുന്നു. 1-ാം ക്ലാസ് മുതലേ കിട്ടിയ മോണോ ആക്ട്, നാടകം, റെസിറ്റേഷൻസ്, സ്പീച്ച് എല്ലാത്തിലും പങ്കെടുക്കുന്നുണ്ട്. പിന്നെ വലുതായപ്പം മോണോ ആക്റ്റും നാടകവും മാത്രമായി. അതൊക്കെ കൊണ്ട് കാണിച്ചപ്പോൾ കുറേ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടല്ലോ മോനെ എന്നൊക്കെ പറഞ്ഞ് പെർഫോം ചെയ്ത് കാണിച്ചാൽ ഓക്കെ. ആരാ കൂടെ വന്നത്? അച്ഛനുണ്ട്. ഓക്കെ. എന്തായാലും ഉച്ചയ്ക്ക് ശേഷം വരുന്ന ലിസ്റ്റിൽ ഞാനും പെട്ടു. ലാസ്റ്റ് 15 പേരിൽ. അങ്ങനെ ഈ പറഞ്ഞ പോലെ രാവിലെ കാത്തിരുന്ന പോലെ വീണ്ടും കാത്തിരിക്കുക. വൈകുന്നേരമായി 15ാമത് തന്നെ വിളിക്കുന്നത്. വിളിച്ചു പോയപ്പോൾ കൂടെ വന്ന ആൾ വിളിക്കാൻ പറഞ്ഞു. അച്ഛൻ ഞാൻ പിന്നെ സുധീഷിനെയും വേറൊരാളെയാണ് കണ്ടുവെച്ച് തീരുമാനിച്ചിട്ടില്ല ആരാന്നുള്ള കാര്യം. വശം പറഞ്ഞു പിന്നെ നാടകത്തിൽ നിന്ന് വന്നതിൻ്റെ ഒരു അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പോയി പിന്നെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടൊരു മാസത്തെ ഡ്രസ്സൊക്കെ എടുത്ത് വരാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഷൂട്ടിങ് ആ സമയത്ത് പിന്നെ ഒരു ഓണ സമയത്തൊരു ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ വന്നു. ഷൂട്ടിങ്ങിൻ്റെ തലേ ദിവസം എന്നെയും കൊണ്ടുപോയിട്ട് അടൂർ സാർ എന്നെ കൊണ്ടുപോയിട്ട് പിന്നെ ടെക്സ്റ്റൈൽ ഷോപ്പിലൊക്കെ പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്തു, അളവൊക്കെ നോക്കിപ്പിച്ച്. അപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ വേറൊരു പയ്യനും അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ, കൂടെ വന്നിട്ടില്ല, ഹോട്ടലിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ പിന്നെ അവനാണോ എന്നറിയില്ല. എന്തായാലും ഇത് ഞാനാണെന്നൊരു വിശ്വാസം എൻ്റെ അടുത്ത് വന്നു തുടങ്ങി. പിറ്റേ ദിവസം ഷൂട്ട് തുടങ്ങി. ഒരു സീനെടുത്തു. സാറ് പറയുന്ന പോലെയൊക്കെ ഞാൻ ചെയ്തു, എന്താണെന്നുള്ളത് പറഞ്ഞെടുത്തു. അങ്ങനെ സീൻ ചെയ്ത് പോയി. നല്ലതെ സാർ ഇപ്പോഴും പറഞ്ഞിട്ടില്ല നിങ്ങളാണ് സെലക്ട് ചെയ്തെന്നുള്ള കാര്യം. അത് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയാണ്, അറിയാലോ. അപ്പോൾ അങ്ങനെയാണ് അതിലേക്ക് വരുന്നത്. അപ്പോൾ അതേ സമയത്ത്
എനിക്ക് ഓർമ്മയുണ്ട് രാജാവിൻ്റെ മകൻ റിലീസായ സമയമാണത്. അപ്പോൾ ഞാൻ കോഴിക്കോടാണല്ലോ, അപ്പോൾ നമുക്ക് വേറെ സ്ഥലത്തൊക്കെ പോയിട്ട് സിനിമ കാണാൻ വലിയ താല്പര്യമായിരിക്കും. വേറെ സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, ഇവിടുത്തെ ഒരു തിയേറ്ററിൽ പോകാം. നമ്മൾ സ്ഥിരം പോകുന്ന തിയേറ്ററിലല്ലല്ലോ. പിന്നെ മോഹൻലാലിൻ്റെ പടം. അപ്പോൾ രാജാവിൻ്റെ മോഹൻ കാണാൻ വേണ്ടിയിട്ട് അച്ഛനോടാണെങ്കിൽ രാജാവിൻ്റെ മോഹൻ പോയി കാണണം എന്ന് പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യും, നീ സാറിനോട് അത് പോയി ചോദിക്കും, എന്നിട്ട് സാറ് ഇപ്പോൾ അനുഭവം നന്നായി പോയി കണ്ടോ എന്ന് പറഞ്ഞു. ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താട്ടോ. അപ്പോൾ ഞാൻ അന്ന് ചോദിച്ചു സാറിനോട്, സാർ വൈകുന്നേരം ഒന്ന് സിനിമയ്ക്ക് പോയി കേട്ടു. വേണ്ട പോണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട്.